ഹായ് എവരിവൺ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ അടുത്ത വീക്കിലോട്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തരാൻ ചാൻസസ് ഹൈ ആയിട്ടുള്ള സ്റ്റോക്സുകൾ എങ്ങനെ കണ്ടെത്താം, എവിടെയൊക്കെ എൻട്രി എടുക്കാം, എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, എവിടെയൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിലോട്ട് നോക്കുന്ന സമയത്താണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആകുന്നൊരു സമയമാണ്. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു ആഴ്ച മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 2.5% ഡൗൺ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സേഫ് ആയിട്ടുള്ള ട്രേഡറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാൻ പറ്റിയ നല്ലൊരു സമയമല്ല. പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെ വിധത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് പോലും മേ ബി നല്ല രീതിയിൽ ഡൗൺ ആവാതെ നല്ല രീതിയിൽ ഒരു ബൈ സൈഡ് മൂവ്മെൻറ്റ് തന്ന ഒരു ബ്രേക്ക് ഔട്ട് തരാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. നല്ല രീതിയിൽ അടുത്ത ആഴ്ചകളിലൊക്കെ മൂവ്മെൻറ്റ് തരാൻ ചാൻസസ് ഉള്ള കുറച്ച് സ്റ്റോക്കുകളാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോക്കുകളിലോട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മൂവ് ചെയ്യാം. സ്റ്റോക്കുകളെ എവിടെയാണ് അനലൈസ് ചെയ്യാം, എവിടെ എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, എവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വീഡിയോയിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റോക്കാണ് എക്സൽ ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുന്ന ഈ ഒരു സ്റ്റോക്കിലോട്ട് അട്രാക്റ്റീവ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ നിഫ്റ്റിയിലോട്ട് ചാർട്ടിലോട്ടും തിരിച്ച് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ചയായിട്ട് കഴിഞ്ഞ കുറച്ചാഴ്ച നിഫ്റ്റി നല്ല രീതിയിൽ ഡൗൺ മൂവ്മെൻറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു 3 ആഴ്ചയിൽ മാത്രം നിഫ്റ്റി 4.4% എബോവ് നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ പോലും കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഓൾമോസ്റ്റ് 20% എബോവ് എന്ത് തന്നിട്ടുണ്ട്, ഈ ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഫാൾ ആവുന്ന ഈ ഒരു സമയത്ത് പോലും ഈ ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി തിരിച്ച് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് തരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി അനലൈസ് നോക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ നമുക്കൊരു സോണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ പ്രൈസ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡബിൾ കൺഫർമേഷൻ ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ഒരു ട്രെൻഡ് ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്സും അതുപോലെ തന്നെ ഈ ഒരു സോണിന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റീടെസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് വീക്കിൻ്റെ ക്യാൻഡലിൻ്റെ ബിലോ ആയിട്ട്, അതായത് വിക്കിൻ്റെ ബിലോ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതിന് ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്ന സമയത്ത് മാത്രം എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ എൻട്രി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ സോണും ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് തന്ന് റീടെസ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക എന്നുള്ളതാണ്. ടാർഗറ്റ് ആയിട്ട് നമുക്കൊരു 1:2 റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്കിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത സ്റ്റോക്കാണ് പ്രീകോട്ട് എൽ ടി ഡി നോക്കുന്ന സമയത്താണെങ്കിൽ പോലും കറൻറ്റ്ലി ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയ ആണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇതിന് മുന്നോടിയായിട്ട് നടന്ന ഒരു എൻട്രി പോയിൻറ്റും ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ഒരു 2022 കാലഘട്ടത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വന്ന് അതിനുശേഷം വീണ്ടും എന്ത് തന്നിട്ടുണ്ട്, പ്രൈസ് അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത് വീണ്ടും ഈ ഒരു ഏരിയനെ മൂവ് ചെയ്യാൻ ശ്രമിച്ച് വീണ്ടും ഒരു ചെറിയ രീതിയിൽ ഡൗൺ നിന്ന് വീണ്ടും ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൽ ആ സമയത്ത് തന്നൊരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40% വരെ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേ മൂവ്മെൻറ്റാണ് ഞാൻ ഈ ഒരു ഏരിയയിലും പ്രതീക്ഷിക്കുന്നത്. ഈ ഏരിയയിൽ ബ്രേക്ക് ഔട്ട് തന്ന് ഈ ഒരു സോണിന് ബ്രേക്ക് ഔട്ട് തന്ന ഒരു റീടെസ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഒരു എൻട്രി ഓൾമോസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു 40% വരെ ഞാൻ മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്രീവിയസ് വീക്കിൻ്റെ ക്യാൻഡിൽ ക്ലോസിൻ്റെ ബിലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1:2 റേഷ്യോ അല്ലെങ്കിൽ ഒരു 40% വരെ നമുക്കൊരു ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്കിലോട്ട് മൂവ് ചെയ്യാം.
അടുത്ത സ്റ്റോക്കാണ് ഡൈനാമിക് പ്രൊഡക്ട്സ് LTD. ഈ ഒരു സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും ഈ ഒരു ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഫോളോ ആയി. ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സോണ് ഡ്രോ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉള്ള ഒരു ഏരിയയാണ്. ഒരു പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തരികയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഒരു റീടെസ്റ്റ് കിട്ടിയതിന് ശേഷം ഒരു വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്രീവിയസ് വീക്ക് ക്യാൻഡിലിൻ്റെ ബിലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ, ഈ ഒരു ഹൈ വരെ, ഫസ്റ്റ് ഒരു ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു 3 സ്റ്റോക്കുകളും ഒരിക്കലും ഒരു എന്താ ബൈ ചെയ്യാനുള്ള ഒരു കാൾ ഔട്ട് പോലെ കാണരുത്. എൻ്റെ ഒരു അനലൈസിസ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഫണ്ടമെൻ്റൽ അനലൈസും ടെക്നിക്കലായിട്ടുള്ള അനലൈസിസും ചെയ്തതിനു ശേഷം മാത്രം എൻട്രി എടുക്കുക. എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അതർ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നത്, റീപ്ലൈ തരുന്നതാണ്. ഓക്കെ, ഇതുപോലത്തെ അടുത്ത സീരീസിലേക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്.